യൂട്യൂബ് കാലത്ത് തന്നെ ഒരു ഹാപ്പി ന്യൂസ് പറഞ്ഞിട്ടാ എന്നെ വിളിച്ചെഴുന്നേപ്പിച്ചേ. മോനെ നിന്റെ സിൽവർ ബട്ടൺ റെഡി ചെയ്യണ്ടാ, നിനക്ക് അത് വേണ്ടത് എന്നോട് ചോദിച്ചു. അത് കണ്ടപ്പോ തന്നെ ഞാൻ ഹാപ്പിയായി. ഇന്ന് നമുക്ക് കുറച്ച് പോർക്ക് ഉണ്ടാക്കാം. കുറെ ഞാൻ പോർക്ക് ഉണ്ടാക്കിയിട്ട് ഞാൻ ലൈഫിലെടുത്ത ഏറ്റവും ബെസ്റ്റ് തീരുമാനം എന്താണെന്ന് ചോദിച്ചിട്ട് എനിക്കൊരു കമന്റ് കിട്ടിയിട്ടാ. കഴിഞ്ഞ 2 വർഷം ഞാൻ എന്റെ വീട് വിട്ട് നിന്നാണ് ഞാൻ ലൈഫിലെടുത്ത ഏറ്റവും ബെസ്റ്റ് തീരുമാനം. എന്റെ ഏറ്റവും വലിയ കംഫർട്ട് സോൺ എന്റെ വീട് തന്നെയായിരുന്നു. ഒരുപക്ഷെ ഞാൻ ഇന്നും അവിടെ തന്നെ ആയിരുന്നെങ്കിൽ ഇന്ന് എന്റെ കയ്യിലുള്ള ഒന്നും എന്റെ കയ്യിലേക്ക് എത്തില്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്കായപ്പോഴേ ഞാൻ എന്നെ കുറിച്ച് കുറെ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. സ്വപ്നങ്ങളാണല്ലോ പലപ്പോഴും മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. എല്ലാവരും ജീവിക്കുന്ന ഒരു നോർമൽ ലൈഫ് എനിക്ക് വേണ്ടെന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി ഞാൻ ശരിക്കും പണിയെടുക്കാൻ തുടങ്ങി. അതായത് ഇന്ന് എന്റെ കയ്യിൽ കിട്ടിയത് എന്റെ വർഷങ്ങൾക്ക് മുന്നുള്ള സ്വപ്നമാണ്. പണ്ട് ആരോ പറഞ്ഞ പോലെ നമ്മൾ ഏറ്റവും കൂടുതൽ അപരിചിതരായ വ്യക്തികളെ കണ്ടുമുട്ടുക 20-30 വയസ്സിനിടയിലായിരിക്കും. അങ്ങനെ കുറെ നല്ലതും പൊട്ടയ ആളുകൾ എന്റെ ലൈഫിലും കടന്നു വന്നു പോയി. പക്ഷെ ഇതിന്റെ ഇടയിലൊക്കെ സ്ഥിരമായി നിന്ന ഒരേ ഒരു കാര്യം എന്റെ സ്വപ്നങ്ങൾ മാത്രമായിരുന്നു. സത്യം പറഞ്ഞ സ്വപ്നങ്ങൾ കാണാൻ നമ്മൾ പഠിക്കണം. പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല. നല്ല അടിപൊളി പോർക്ക് റോസ്റ്റ് അടി. ബാക്കിയുള്ളവരുടെ സ്വപ്നത്തിന്റെ ഭാഗമാവാനുള്ളതായിരിക്കും നമ്മുടെ ജീവിതം. അത് നമ്മുടെ സ്വന്തം സ്വപ്നങ്ങളെ എത്തിപ്പിടിക്കാനുള്ള ഒരു യാത്രയായിരിക്കണം.